എന്താടാ? എന്നെ രക്ഷിക്കണം തോമച്ചയ, അവരെന്നെ കൊല്ലാൻ വരുന്നു. നിന്നെ ആരും കൊല്ലത്തില്ല. എന്റെ മുംതാസിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് ഉച്ചക്ക് അവളുടെ നിക്കാഹ. രക്ഷിക്കാൻ പറഞ്ഞ അവള് കൊടുത്തു വെച്ച് എഴുത്താ ഇത്. ആ കുറ്റിക്കാടൻ സാറോ, എന്താ ഇവിടെ? നിന്നെ ഒന്ന് കാണാമെന്നാ. എടാ തുരപ്പ, നമ്മുടെ കുറ്റിക്കാരന് നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. എന്ത് വേണം സാർ? നീ കോട്ടയത്തൊരു നിക്കാഹിന് പോണം. ഊക്കോയുടെ വക ഒരു കുതിരപ്പവൻ നിനക്കിരിക്കട്ടെ. മൊയിലാളിയെ, നിക്കായിന് തോമാച്ചായനെ വിളിച്ചിട്ടുണ്ടില്ലേ? എന്താടാ ഹംക്കെ പറഞ്ഞ്? ഇതാരാ ഭരണേന്ന് നോക്കി. മൊയിലാളിയുടെ മനസ്സ് തങ്ക കട്ടി, ശത്രുവിനെ സ്നേഹിക്കണ മനസ്സാ. ആഹാ ആഹാ, നീയല്ലടാ ശൈത്താനെ അവനെ അറിയിച്ച് ഞമ്മളാ തോമാച്ചോണ്ട് പറഞ്ഞ ഇനിയും പറയും. അല്ലോ, നമ്മുടെ ഉമ്മാന്റെ നെഞ്ചാപ്രേഷനത്തിന് കാശ് ചോദിച്ചപ്പോ കിടപ്പാറ വിറ്റോളാനല്ല ഇങ്ങനെ പറഞ്ഞേ. ഇങ്ങടെ കൂടെ 30 വർഷം നിന്ന് എത്തിച്ചോറ് വരെ നന്ദി ഇങ്ങൊണ്ടാ പോടാ. നിന്റെ മോള് കല്യാണം ഇറങ്ങും മുമ്പ് ബഷീറിന് കൊടുത്തേച്ചു പോയ കത്ത. നിന്റെ പുത്തൻ പുതുമാപ്പിളയുടെ വീട്ടുകാരുടെ മുമ്പില് എന്നെ കൊണ്ട് ഇത് വിളമ്പിക്കരുത്. നിന്റെ തലെടുക്കാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടടാ തോരപ്പൻ ബാസ്റ്റിൻ. തീപ്പെട്ടി. തീപ്പെട്ടിയില്ല, തീരിക്കട്ടോ. എവിടെയെങ്കിലും പോയി ജീവിക്കേ. പോടാ പോ. തോമയ്ക്കും മരണമില്ല. എടാ കുട്ടപ്പ, ഞാൻ ചത്താൽ എന്റെ ശവം നിന്റെ തട്ടും പുറത്ത് വെച്ചാ മതി. ചേട്ടായി, തോമാച്ചനെ കോട്ടയത്ത് വെച്ച് ആരോ കുത്തി. അല്പം സീരിയസാ. വാ ചേട്ടായി, നമുക്ക് പോകാം. ഞാനില്ല. ചാകാൻ നേരത്തെങ്കിലും അടുത്തുണ്ടായിരുന്ന നാട്ടുകാർ പറയട്ടെ. പക്കച്ചൻ പോയാ മതി. ചേട്ടായി, ചേട്ടായി, ഒച്ച വെക്കാന്ന് പറഞ്ഞില്ലേ? കരയുന്നു. ഒന്നും സംഭവിക്കില്ല മോളെ. എങ്ങനെയുണ്ട്? Yes, mister. Nothing to worry. He is fine now. Anyway, it was a close miss, okay? ഈശോയെ, നീ രക്ഷിച്ചു.
ചാക്കോമാഷേ, ഒരിക്കൽ താൻ അവന് വേണ്ടി കരയും. അവനെ കൊണ്ട് ബെഞ്ച് തുടപ്പിച്ച തൂവാല കൊണ്ട് താൻ ആ കണ്ണീരൊപ്പും. പൊന്നമ്മച്ചി, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ മോളെ? ചാക്കോമാഷ് വന്നിരിക്കുന്നു. വാ. ദാ പോന്നു. ദാ. അവന്റെ കുട്ടിക്കാലത്തെ കഴിവുകൾ കാണണമെങ്കിൽ ആ തട്ടുമ്പുറത്ത് കയറി നോക്കൂ. നിങ്ങളാണ് അവനെ ഓട്ടക്കാളനെയാക്കിയത്. മോനെ, നിന്നെ കാണാൻ ചാക്കോമാഷ് വന്നിരുന്നു. ശവപ്പെട്ടിയും കൊണ്ട് വന്നായിരിക്കും. കാലെ പിടിച്ച് വിങ്ങി പൊട്ടിയെന്ന്. ചത്ത ഒന്ന് തൊട്ടു നോക്കിയതാ, കാലയെ പിടിച്ചെന്ന്. അങ്ങനൊന്നും പറയാതെ മോനെ. പൊന്നമ്മ വീട്ടിൽ പോ. നിന്നെ എങ്ങനെ വെച്ച് ഞാൻ പോകുകയല്ല. പോണം. എനിക്കിവിടെ ആരും വേണ്ട. വല്യേട്ടാ, പിടിച്ചോണ്ട് പൊടി. പോവാനല്ലേ പറഞ്ഞത്? വാ. ദേഷ്യോടൊക്കെ ഞാനൊരു ഒറ്റമൂലി പറയട്ടെ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി എന്നാ വേണ്ട, ഇതൊന്ന് കുടിച്ചേ എന്റെ മോൻ. കുടിക്കണ്ട ആശാനെ. ദാ. അന്ന് ഞാൻ ആ കറുത്ത കണ്ണട ചോദിച്ചത് കുട്ടിക്കാലത്ത് ഞാൻ ആരാധിച്ചിരുന്ന ആ കണ്ണുകൾ ഒന്നും മറയില്ലാതെ കാണാനായിരുന്നു. ഒരു ജന്മം മുഴുവൻ ആ കണ്ണുകൾ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്താ